ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹാൻഡ്വർക്സ് ഗാലറി. അപ്പോൾ നമ്മളുടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതൊരു ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഒക്കെ പോർഷനിൽ വരുന്ന ഒരു ഡിസൈനാണ്. ഇതൊരു കോട്ടൺ സിൽക്ക് മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിതൊരു റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് ആദ്യം ഒരു റൗണ്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കാം. ഇതുപോലത്തെ ഒരു ഒബ്ജക്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൈസ് ഇത് നമുക്ക് വലുപ്പം അനുസരിച്ച് മാറ്റാം. അപ്പോൾ ഇതിൽ ഔട്ടർ റിങ്ങാണ് ഞാൻ ഇപ്പോൾ കാണിച്ച ഒബ്ജക്റ്റ് വെച്ച് വരച്ചിട്ടുള്ളത്. ബാക്കി രണ്ട് സർക്കിളും കൂടി വരുന്നുണ്ട്. അത് ഇതിൻ്റെ താഴെയായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സർക്കിളുകളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർക്കിൾ മുഴുവൻ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും വലുപ്പത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേരുന്ന ടൈപ്പിൽ ഞാനൊരു 5-6 കളറിലുള്ളൊരു ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 കളറ് തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് വേണം. ബാക്കി 2 അതിൻ്റെ സ്റ്റെമ്മ് ചെയ്യാനായിട്ടും. പിന്നെ ഇതിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വൂവൻ വീൽ അല്ലെങ്കിൽ ഒരു സ്പൈഡർ നെറ്റ് സ്റ്റിച്ചൊക്കെ പോലത്തെ ഒരു റോസാണ് നമുക്കിതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് ആ ഒരു റൗണ്ടിനെ ഇപ്പം നമ്മൾ ചെറുതാക്കി വരച്ചിട്ടുള്ള ആ റൗണ്ടില്ലേ, അത് ഇതുപോലെ നമ്മളൊരു 5 പാർട്ടായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ നമ്മുടെ നീഡിൽ എടുത്തിട്ടൊന്ന് കുത്തി കൊടുത്ത് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഒരു എൻഡിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് നീഡിൽ താഴേക്ക് ഇറക്കുക. അപ്പോൾ ഇതേപോലെ ലൈനായിട്ട് നമുക്ക് സ്റ്റിച്ച് വരും. ആ 5 ലൈനിൻ്റെ മേലെ കൂടെയും ഇതേപോലെ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മിഡിലിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ നീഡിൽ അഗൈൻ നമുക്ക് മേലേക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ലൈൻ നമ്മൾ സ്കിപ്പ് ചെയ്യുക. അടുത്ത ലൈനിൻ്റെ താഴെ കൂടെ നീഡിലെടുക്കുക. ഇതേപോലെ നമ്മൾ ഒരു ലൈൻ ഇടവിട്ട് നമുക്ക് ഇതേപോലെ ത്രെഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. കംപ്ലീറ്റ് ആ ലൈൻ അറ്റത്തെത്തുന്ന വരെ ഇതേപോലെ നമ്മൾ ചുറ്റി കൊടുത്ത് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആക്കാം. എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വ്യത്യാസമൊന്നുമില്ല. സൈസിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ബാക്കി മെത്തേഡൊക്കെ സെയിമാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു പർപ്പിൾ കളറിലുള്ള ഷെയ്ഡ് വെച്ചിട്ടാണ് അടുത്ത ഫ്ലവർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഫ്ലവേഴ്സ് ഇതുപോലെ തന്നെ കണ്ടില്ലേ, ലൈനിൻ്റെ മേലെ കൂടെ നമ്മൾ ആദ്യം ഒന്ന് ഇതേപോലെ നീഡിലെടുക്കുക. എല്ലാ ലൈനിൻ്റെ മേലെ കൂടെയും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഓരോ ലൈൻ വിട്ട് നമുക്ക് ഈ ഒരു സർക്കിളും ചെയ്തെടുക്കാം. ഇതിൽ ഈ ഒരു റെഡും അതുപോലെ തന്നെ പേർപ്പിൾ ഷെയ്ഡിലുള്ളതും നമുക്ക് ഒരേ വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ പാർട്ടീഷൻ പോലെ ആയിട്ടാണ് വൈറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ. നമ്മളുടെ ഈ റെഡിൻ്റെയും പേർപ്പിൾ കളറിൻ്റെ അത്ര വലിപ്പമില്ല, ചെറിയ ഫ്ലവറായിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം ഈ റെഡിൻ്റെയും അതുപോലെ തന്നെ ഈ പേർപ്പിൾ ഷെയ്ഡിൻ്റെയും നടുക്കിലായിട്ട് വേറൊരു കളറും കൂടിയുള്ള ഫ്ലവർ വരും. അപ്പോൾ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെയാണ്. ഇത് കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വൈറ്റ് ഫ്ലവർ മാത്രമേ സൈസിൽ ചെറുതുള്ളൂ. ബാക്കി ഫ്ലവേഴ്സൊക്കെ സെയിം വലുപ്പത്തിലാണ്. അത് നമുക്ക് ഈ വൈറ്റും ചെയ്യാം. ഇതൊരു പാർട്ടീഷൻ ചെയ്യുന്നത് പോലെ, അതായത് ആ വൈറ്റും പേർപ്പിളും അതുപോലെ തന്നെ വേറൊരു കളറും ചെയ്യുന്നുണ്ട്. എനിക്ക് ആ കളറിൻ്റെ പേര് കറക്റ്റായി അറിയില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക്
ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ പോർഷൻ ചെയ്യണം. അപ്പോൾ ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെമ്മിൻ്റെ പോർഷൻ. ഇത് നമ്മൾ സാധാരണ നമ്മൾ പെന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്റ്റെമ്മിൻ്റെ പോർഷൻ ചെയ്യണം. അപ്പം ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റെമ്മ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് ഇതിൽ ചെയ്യുന്നത്. അത് ഇതുപോലെ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നീഡിലെടുത്തിട്ട് അടുത്ത ഒരു പോയിന്റിൽ നമ്മൾ നീഡിൽ താഴത്തേക്ക് കുത്തി കൊടുക്കുക. ഇതേപോലെ താഴത്തേക്ക് എടുക്കുക. അതിനുശേഷം ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയാണ് അടുത്ത സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ത്രെഡിനെ നമ്മൾ 2 ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റെമ്മ് മാത്രം ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. നമുക്കിത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെമ്മ് ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഓരോ ലീഫ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ലീഫ് വരുന്നത് നമ്മുടെ ലേസി ഡേസി വെച്ചിട്ടുള്ള ലീവ്സാണ് ചെയ്യുന്നത്. അത് ഒരു സ്റ്റെമ്മിൽ ഇത്ര ലീവ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് റാൻഡം ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഇതിൻ്റെ ഭംഗി പോലെ നമുക്ക് ലീഫ് അറേഞ്ച് ചെയ്യാം. ലീഫിൻ്റെ സൈസും നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സൈസിനോട് ഏകദേശം മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ചെയ്തു പോവാം. അപ്പോൾ ലേസി ഡേസി തന്നെയാണ് ഇതിൻ്റെ സ്റ്റിച്ച്. ലീഫിൻ്റെ സ്റ്റിച്ചിൽ ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പുറത്തുള്ള 2 ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതായത് ആ ഒരു പേർപ്പിൾ കളറും അതുപോലെ ആ ഒരു റെഡ് കളറും, അപ്പോൾ അതിൻ്റെ സൈഡിലും ഇതേപോലെ നമ്മൾ ലീഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ലേസി ഡേസി സ്റ്റിച്ച് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ലീഫ് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സാധാരണ ഫിഷ് ബോൺ സ്റ്റിച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ലീഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ലേസി ഡേസി വെച്ചിട്ട് ഈ ഒരു സ്റ്റെമ്മ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് അവിടെയൊക്കെ ഫ്ലവേഴ്സ് ലീവ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്ത് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ പുറത്ത് ഫ്രഞ്ച് നോട്ട് ഇടാനായിട്ട് നമ്മൾ റെഡ് ഫ്ലവറിൻ്റെ അടുത്ത് സെയിം റെഡ് കളർ വെച്ചിട്ട് തന്നെയാണ് ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുന്നത്. അതുപോലെ പേർപ്പിൾ കളറിൻ്റെ അടുത്ത് പേർപ്പിൾ കളർ വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട്സും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഷേപ്പൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഏകദേശം ആ ഒരു റൗണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഭാഗം നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് വെച്ച് കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഡിസൈൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഫ്രഞ്ച് നോട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ റെഡിൻ്റെ സ്ഥാനത്ത് റെഡ് തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെ. ഫ്രഞ്ച് നോട്ട്സ് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇത്രയും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടം വരെ വെച്ച് ഇത്രയും വെച്ചിട്ട് നമുക്കൊരു നിർത്താം. പക്ഷേ നമ്മുടെ ഡിസൈൻ ഒരു ഇൻകംപ്ലീറ്റ് ആയൊരു ഫീല് വരും. അത് കാരണം കൊണ്ടാണ് ഫ്രഞ്ച് നോട്ട്സും കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് ഇടാൻ ഞാൻ ഇനി പറയുന്നില്ല, എല്ലാ വീഡിയോയിലും നമ്മൾ ഒരുവിധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് പോവാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. അപ്പോൾ ഉള്ളിലും ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് നോട്ട്സ്. ഉള്ളിൽ 2 കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു എലഗൻറ്റ് ലുക്കാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു.